വിശ്വാസികളെ, പരിശുദ്ധനായ മർക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു 4000 പേരെ 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിൽ നമ്മൾ കർത്താവിൻ്റെ 3 മഹത്തായ ഗുണങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. 1 കരുണ, 2 വിശ്വാസത്തിൻ്റെ പരീക്ഷണം, 3 ദൈവികമാവുന്ന സമൃദ്ധി. പൗരസ്ത്യ സഭയുടെ ആത്മീയ ദൃഷ്ടാന്തത്തിൽ ഈ അത്ഭുതങ്ങൾ ഒരു ചരിത്ര സംഭവം മാത്രമല്ല, പരിശുദ്ധ കുർബാനയുടെ മുൻ സൂചനയും ദൈവകൃപയുടെ അനുഭവമാണ്. 4 ചിന്തകൾ ഈ വേദഭാഗത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 കർത്താവിൻ്റെ കരുണ. യേശുതമ്പുരാൻ പറയുന്നുണ്ട്, ഈ ജനത്തെക്കുറിച്ച് എനിക്ക് കരുണ തോന്നുന്നു. അവർ 3 ദിവസം എൻ്റെ കൂടെയുണ്ട്, ഭക്ഷിപ്പാൻ ഒന്നുമില്ല എന്ന്. ഇവിടെ കർത്താവിൻ്റെ ഹൃദയം നമ്മൾ കാണുകയാണ്. അവൻ നമ്മുടെ മനുഷ്യരുടെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല, ശാരീരികമാവുന്ന ആവശ്യങ്ങളും ശ്രദ്ധിക്കുന്നുവെന്ന് കാണാൻ സാധിക്കും. പരിശുദ്ധനായ സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, ക്രിസ്തു ആദ്യം മനുഷ്യരുടെ വിശപ്പിനെ കണ്ടു, കാരണം കരുണയാണ് ദൈവത്തിൻ്റെ ആദ്യ ഭാഷ. സഭയുടെ ദൗത്യവും ഇതുതന്നെയാണ്. ആത്മീയ സേവനത്തോടൊപ്പം മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഉള്ള കരുതൽ പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാമത്തെ ചിന്ത എന്നുള്ളത് കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക്. ശിഷ്യന്മാർ ചോദിച്ചു, ഈ ഭൂമിയിൽ ഇവർക്ക് അപ്പം എവിടെ നിന്ന് കിട്ടും? അവർക്ക് ഉണ്ടായിരുന്നത് 7 അപ്പം മാത്രം. എന്നാൽ യേശുവിൻ്റെ കൈകളിൽ അത് മതിയായിരുന്നു. പരിശുദ്ധനായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്, മനുഷ്യരുടെ കുറവ് ദൈവത്തിൻ്റെ കയ്യിൽ എത്തുമ്പോൾ അത് സമൃദ്ധിയായി മാറുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും കുറവുകൾ കാണുന്നുണ്ട്. സമയക്കുറവ്, ശക്തിക്കുറവ്, സാമ്പത്തികമായുന്ന പരിമിതികൾ. പക്ഷേ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഇവയൊന്നും ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് കൃതജ്ഞതയും അനുഗ്രഹവും. യേശു അപ്പം എടുത്ത് നന്ദി പറഞ്ഞു, അതിനുശേഷം അവനത് വിഭജിച്ചു. പൗരസ്ത്യ സഭയിൽ എല്ലാ ആരാധനകളും കൃതജ്ഞതയുടെ ആത്മാവിലാണ് വേണ്ടത്. യുക്കറിസ്റ്റിയ എന്ന വാക്ക് തന്നെ നന്ദി എന്നാണ് അർത്ഥം. പരിശുദ്ധനായ എഫ്രേം ദ സിറിയൻ പറയുന്നുണ്ട്, കൃതജ്ഞതയുടെ ഹൃദയം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നുവെന്ന്. നന്ദിയുള്ള